ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് APC അഥവാ ആനുവൽ പ്രാക്ടീസിംഗ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണെന്ന് റിന്യൂ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അതിന് ഞാൻ പ്രോപ്പറായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടന്നാലോ. നമ്മൾ ആദ്യം നമ്മുടെ IQN പോർട്ടൽ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് nursingcouncil.org.nz എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ വെറുതെ മൈ IQN എന്ന് അടിച്ചു കൊടുത്താലോ നമുക്ക് ആ പോർട്ടലിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും പ്രോപ്പറായിട്ട് അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് ഓർമ്മയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്നത് വെൽക്കം ടു മൈ IQN എന്ന് പറഞ്ഞിട്ട് നമ്മുടെ IQN ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനകത്ത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്, ചേഞ്ച് പാസ്വേഡ്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വായിച്ച് നോക്കുക. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പെന്നിൻ്റെ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാം. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ നെയിം അതേപോലെ തന്നെ കോൺടാക്ട് നമ്പർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. പാസ്പോർട്ട് നമ്പറൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇതെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് അതെല്ലാം ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഓറഞ്ച് ബട്ടണുണ്ട്, APC ആപ്ലിക്കേഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്യുന്നത് പ്രൈവസി ആക്ട് എന്ന് പറയുന്ന ഒരു ഫോമിലേക്കായിരിക്കും. അതിനകത്തിൽ അവർ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ബൈ കാർഡ്സ്, ഏതൊക്കെ കാർഡ്സാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു GST റെസിപ്റ്റ് കിട്ടുന്നതായിരിക്കും ആഫ്റ്റർ പേയ്മെൻറ്റ്. ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് പോവുക. നെക്സ്റ്റ് പേജിൽ 3 ഓപ്ഷൻസാണുള്ളത്. പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതേപോലെ തന്നെ പ്രാക്ടീസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. മൂന്നാമതായിട്ട് കുറച്ച് APC ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസിൽ വരുന്നത് നമ്മുടെ ജെൻഡർ ഏതാണെന്നുള്ളതാണ്. അത് നമ്മൾ സ്പെസിഫിക്കായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എത്നിസിറ്റി, അപ്പോൾ ഞാൻ ഇന്ത്യൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്നിസിറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇഫ് യു ആർ കറൻ്റ്ലി പ്രാക്ടീസിങ് ആസ് എ നേഴ്സ് ഇൻ ന്യൂസിലൻഡ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ മെയിൻ എംപ്ലോയർ. ന്യൂസിലൻഡിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ ഓപ്ഷൻസ് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രാക്ടീസ് ചെയ്യാത്തവർക്ക് റിമൂവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അത് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഇതൊക്കെ നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതെല്ലാം ചെക്ക് ചെയ്യുക പ്രോപ്പറാണോ എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോൺ നമ്പർ, അഡ്രസ്സ്, ഇമെയിൽ ID, സിറ്റി, കൺട്രി ഇതെല്ലാം പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ പ്രാക്ടീസ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിലോട്ട് പോകുക. ആർ യു കറൻ്റ്ലി പ്രാക്ടീസിങ് ആസ് എ നേഴ്സ് ഇൻ ന്യൂസിലൻഡ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളൊരു ഓപ്ഷൻ. അതേപോലെ തന്നെ കംപ്ലീറ്റ് ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ ദ ടിപ്പിക്കൽ വർക്ക് വീക്ക്. വാട്ട് ഈസ് യുവർ മെയിൻ എംപ്ലോയർ സിറ്റിംഗ് ഇൻ ദിസ് റോൾ ഓർ പൊസിഷൻ. നമ്മളിപ്പോൾ ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുന്നില്ല, നോ എന്ന ഓപ്ഷനാണ് നമ്മൾ കൊടുത്തത് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാമതൊരു ക്വസ്റ്റ്യനും കൂടെ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ നോട്ട് പ്രാക്ടീസിങ് ബട്ട് ഇൻറ്റൻറ്റ് ടു പ്രാക്ടീസ് വിത്തിൻ നെക്സ്റ്റ് ഇയർ എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ വർക്കിംഗ് ഓവർസീസ്, പേരൻ്റൽ ലീവ്, ഡിഫിക്കൽട്ടി ഒബ്റ്റൈനിങ് വർക്ക് ഇൻ ന്യൂസിലൻഡ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് യുവർ മെയിൻ എംപ്ലോയർ സെറ്റിംഗ് ഇൻ ദിസ് റോൾ ഓർ പൊസിഷൻ. ഇവിടെയും നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഗവൺമെൻറ് ഏജൻസി, ഓവർസീസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നഴ്സിംഗ് ഏജൻസി. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ഏതിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഓവർസീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് യുവർ മെയിൻ പ്രാക്ടീസിങ് ഏരിയ ഇൻ ദിസ് റോൾ ഓർ പൊസിഷൻ. നമ്മൾ ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. മെഡിക്കൽ, സർജിക്കൽ, പെരി ഓപ്പറേറ്റീവ് കെയർ, ഇൻറ്റൻസീവ് കെയർ, എമർജൻസി ആൻഡ് ട്രോമ, മെൻ്റൽ ഹെൽത്ത്, അങ്ങനെ കുറേ ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഏരിയ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മെഡിക്കൽ ആണെങ്കിൽ മെഡിക്കൽ, അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് ഏരിയ ആണെങ്കിൽ അത്, ICUs ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അടുത്തതായിട്ട് ഏത് ജോഗ്രഫിക് ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത്. അടുത്തതായിട്ട് ഹൗ മെനി അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. നമ്മൾ യൂഷ്വലി 40 അവേഴ്സാണ് പെർ വീക്ക്. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ 40 അവേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും സെക്കൻഡ് നഴ്സിംഗ് റോൾ ഓർ പൊസിഷൻ അല്ലെങ്കിൽ തേർഡ് നഴ്സിംഗ് റോൾ ഓർ പൊസിഷൻ ഉണ്ടെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാൻ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ആസ് എ നഴ്സ് സിൻസ് യു ഗെയിൻ യുവർ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ. അതായത് നമ്മുടെ നഴ്സിംഗ് ഡിഗ്രി കിട്ടിയതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ടോട്ടൽ ഇയർ ഓഫ് എക്സ്പീരിയൻസ് ആണ് അടിച്ചു കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് യെസ് ഓർ നോ എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് റിട്ടേൺ ടു വർക്ക് എന്നുള്ളത്. അടുത്തത് കുറച്ച് APC ക്വസ്റ്റ്യൻസ് ആണ്. ഹാവ് യു പ്രാക്ടീസ് ആസ് എ നഴ്സ് ഇൻ ദ പാസ്റ്റ് 5 ഇയർ ഓർ ഹാഡ് യുവർ റിക്വസ്റ്റ് ഫോർ ആൻ APC അപ്രൂവ്ഡ് ബൈ നഴ്സിംഗ് കൗൺസിൽ. നമ്മൾ യെസ് എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ ഡിക്ലറേഷൻ ഓഫ് കോമ്പീറ്റൻസ് ആണ്. 450 അവേഴ്സ് ലാസ്റ്റ് 5 ഇയറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ യെസ് എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ ഹാവ് യു കംപ്ലീറ്റഡ് 60 അവേഴ്സ് ഇൻ ദ പാസ്റ്റ് 3 ഇയേഴ്സ് ഇൻ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. അത് നമ്മൾ യെസ് എന്നാണ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഡു യു മീറ്റ് ദ കൗൺസിൽസ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കോമ്പീറ്റൻസ് ഫോർ യുവർ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്. യെസ് എന്ന് കൊടുക്കുക. ഈ കോമ്പീറ്റൻസ് എല്ലാം നമ്മൾ മെറ്റ് ചെയ്തിരിക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും യെസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഹാവ് യു പ്രാക്ടീസ് ഓവർസീസ് എയ്തർ ഇൻ ദ ലാസ്റ്റ് ഇയർ ഓർ സിൻസ് യു വെയർ ലാസ്റ്റ് ഇഷ്യൂഡ് വിത്ത് എ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് യെസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻസ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. നോ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, അതിന് നമ്മൾ നോ എന്നാണ് ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. ആർ യു ബീയിങ് ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദി ന്യൂസിലാൻഡ് ഗവൺമെൻറ്. അതായത് ന്യൂസിലാൻഡ് ഗവൺമെൻറ് നമ്മളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മളവിടെ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻസ് നമുക്കെതിരായിട്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്തെങ്കിലും മിസ്കണ്ടക്റ്റ് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നോ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് പോവുക. നെക്സ്റ്റ് പേജിൽ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മളിതെല്ലാം വായിച്ച് നോക്കുക. നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻസ് എല്ലാം ട്രൂ ആൻഡ് കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ പേയ്മെൻറ്റ് സെക്ഷനിലോട്ടാണ് പോകുന്നത്. നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാം. നമ്മുടെ കാർഡ്, അതേപോലെ തന്നെ നെയിം എന്താണ്, കാർഡ് നമ്പറും എല്ലാം നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുക. സബ്മിറ്റ് ഓർഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് പോവുക. നമ്മുടെ ഓർഡർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് അവിടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ അവരവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിൽ വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജങ്ക് ഫോൾഡർ അതുപോലെ സ്പാം ഫോൾഡറിലൊക്കെ ചെക്ക് ചെയ്യേണ്ടതാണ് മെയിൽ എവിടെയെങ്കിലും വന്ന് കിടപ്പുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഹോം പേജിലോട്ട് തിരിച്ചു പോകുമ്പോൾ പ്രിൻറ്റ് APC റെസിപ്റ്റ് എന്ന് പറഞ്ഞൊരു കിടപ്പുണ്ട്. നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തിൽ നമുക്ക് കാണാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു 1 ഹവറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു മെയിൽ വരും. അതിനകത്ത് നമ്മുടെ നെയിം, രജിസ്ട്രേഷൻ നമ്പർ, ആപ്ലിക്കേഷൻ ഡേറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ടാകും. വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം വ്യൂ യുവർ APC എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. റിന്യൂഡ് APC നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റിന്യൂവലിൻ്റെ എല്ലാ സ്റ്റെപ്സും ചെയ്തു. പേയ്മെൻറ്റും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ലോഗ് ഔട്ട് ചെയ്യുക. നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു മെയിൽ വരുന്നതായിരിക്കും. IQNൻ്റെ ഒരു മെയിൽ വരും. ആ മെയിൽ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും മൈ IQN പോർട്ടൽ ഓപ്പൺ ആക്കി നോക്കുക. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ആയിരിക്കും കാണിക്കുന്നത്. ഒന്നിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ വ്യൂ ചെയ്യാനുള്ള വ്യൂ യുവർ APC എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നിരിക്കും. മറ്റേത് നമ്മുടെ റെസിപ്റ്റ്, അതായത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത റെസിപ്റ്റ് നമുക്ക് ഓപ്പൺ ആക്കി കാണാൻ പറ്റും. ഈ 2 കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വ്യൂ യുവർ APC എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ APC കിട്ടുന്നതായിരിക്കും. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സ്റ്റെപ്സ് മാത്രമേ APC റിന്യൂവലിനുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. താങ്ക് യു സോ മച്ച്. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.